നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ ആളിക്കത്തി പ്രതിഷേധം. PP ദിവ്യയുടെ കോലം കത്തികളും രാജി ആവശ്യവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തള്ളി CPM നേതൃത്വം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് സംരംഭകൻ പ്രശാന്ത്. പണം നൽകിയത് ക്വാർട്ടേഴ്സിലെത്തി. ADM ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയെന്നും പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ. കണ്ണൂർ സൌത്ത് ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. മാറ്റുരയ്ക്കുക 3000-ഓളം പ്രതിഭകൾ. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ കാണാനാവുക കുട്ടികളുടെ വൈജ്ഞാനിക അഭിരുചി. വാർത്തകൾ വിശദമായി. യാത്രയയപ്പ് യോഗത്തിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി വിമർശിക്കുകയും അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്ത കണ്ണൂർ ADM നവീൻ ബാബു ജീവനൊടുക്കി. കണ്ണൂർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്താണ് ഇന്ന് രാവിലെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് കണ്ണൂർ കലക്ടറുടെ ചേംബറിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ ചെങ്ങളായിയിൽ പെട്രോൾ പമ്പിന് NOC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാലതാമസം വരുത്തിയതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ADMനെ പരസ്യമായി വിമർശിച്ചിരുന്നു. ADM സ്ഥലം മാറി പോകുന്നതിന് ദിവസങ്ങൾ മുമ്പ് NOC അനുവദിച്ചത് അഴിമതിയാണെന്നും ഇതിന് തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ദിവ്യ പറഞ്ഞിരുന്നു. ഈ കാര്യം 2 ദിവസത്തിനുള്ളിൽ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ദിവ്യ യാത്രയയപ്പ് യോഗത്തിൽ തന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബഹിഷ്കരിച്ചു പുറത്തുപോയത്. കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ADM നവീൻ ബാബു സ്ഥലം മാറി പോകേണ്ടിയിരുന്നത്. വളരെ സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു കാര്യം. സുതാര്യം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യവും നമുക്കാർക്കുമില്ല. ഞാനും ഈ ഫോണിൽ സംസാരിക്കുന്നത് പോലും പലർക്കും കേൾക്കാന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ കലക്ടർ വിളിക്കുമ്പോൾ ഞാനും കലക്ടർ മാത്രമേ അറിയൂ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനപ്പുറത്തുള്ള ആളുകൾ മാത്രമേ അറിയൂ. അങ്ങനെയല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് കണ്ണുകളുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കണം. ഒരു യാത്രയയപ്പ് യോഗത്തിൽ ഇപ്പൊ ADMന് എല്ലാവരുടെ ആശംസകളും ഞാൻ നേരിടണം അദ്ദേഹത്തിന്. അദ്ദേഹം മറ്റൊരു ജില്ലയിലേക്ക് പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ മുൻ ADM ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിരവധി തവണ പഴയ ADMായിട്ട് തന്നെ വിളിക്കും പറയുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം വന്നപ്പോൾ അങ്ങനെയൊന്നും സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ അധികം വന്നിട്ടില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഞാൻ ഒരു തവണ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു തവണ വിളിച്ചിരിക്കുന്നത് ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ NOCയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ആ സൈറ്റ് ഒന്ന് പോയി നോക്കണം. ഞാൻ 1 പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഒരു ദിവസം പോയിട്ട് ഞാൻ സൈറ്റ് പോയി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സംരംഭകൻ എൻ്റെ മുറിയിലേക്ക് പലതവണ വന്നു. തീരുമാനം ആയിട്ടില്ലല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ തീരുമാനമാകും. വീണ്ടും അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. ഞാൻ ADMനോട് പറഞ്ഞു ഇതെന്തെങ്കിലും നടക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല, അതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഒരു വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട് NOC കൊടുക്കുന്നതിന് പ്രയാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ സംരംഭകൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് എന്നെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ 1-2 തവണ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ സഹായിക്കണം, ഒരു തടസ്സവും അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരാളെ 1 സെക്കൻഡ് വെച്ച് സഹായിക്കേണ്ടവരാണ് നമ്മളെല്ലാം എന്ന് പറഞ്ഞു. മാസങ്ങൾ കുറച്ചായി. ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് NOC കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ NOC എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഈ സമയത്ത് നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നത്. ഒന്ന്, ജീവിതത്തിൽ സത്യസന്ധത നമ്മൾ എപ്പോഴും പാലിക്കണം. നിങ്ങളൊരു വ്യക്തിയെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയെയും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽപുഞ്ചിരി കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ടും മുൻകൊടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങളാരും ധരിക്കേണ്ട. അങ്ങനെ ആരും ധരിക്കേണ്ട. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊരു നന്ദി പറയുകയാണ്. കാരണം ഞാനൊരു ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നടത്തി കൊടുത്തു. കുറച്ച് മാസമാണെങ്കിലും എന്ന് നന്ദി പറയാണ്. കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത്. കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത്. നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് നമ്മൾ. മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ആളുകളെ സഹായിക്കുക. കാരണം നമ്മുടെ എല്ലാം ചുറ്റും ആളുകളുണ്ട്. വളരെ കെയർ ചെയ്യണം. കാരണം ഇത് നമ്മുടെ ജീവിതം സർക്കാർ സർവീസാണ്. ഒരു നിമിഷം മതി നമ്മുടെ സിവിൽ ഡെത്ത് സംഭവിക്കാൻ, ഒരു നിമിഷം മതി. ആ നിമിഷത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും കയ്യിൽ പേന പിടിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്.
ഒരു 2 ദിവസം കാത്തിരിക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. മറ്റൊന്നുമല്ല, ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്ത് ഈ ചടങ്ങിൽ ഞാൻ ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങൾ 2 ദിവസം കൊണ്ട് നിങ്ങളെല്ലാം അറിയും. താങ്ക് യു. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ആരോപണവുമായി നേതാക്കൾ. പ്രേരണാകുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. തൽസ്ഥാനം രാജിവെക്കണമെന്ന് AP അബ്ദുള്ളക്കുട്ടിയും ആവശ്യപ്പെട്ടു. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും ജനറൽ സെക്രട്ടറി KT സഹദുള്ളയും ആവശ്യപ്പെട്ടു. ഒരു നീതി ലഭിക്കാൻ പോകുന്നില്ല. നടക്കുന്ന അന്വേഷണങ്ങളും നടക്കുന്ന പോസ്റ്റ്മോർട്ടവും ഒക്കെ അതൊക്കെ പേരിന് മാത്രമായുള്ള പോസ്റ്റ്മോർട്ടവും അതുപോലെ അന്വേഷണവുമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന വ്യക്തി CPM-മായി ബന്ധപ്പെടുന്നതാണെന്ന് പറയുന്നത് ഞങ്ങൾക്കിതൊന്നും വിഷയമല്ല. ഞങ്ങൾക്ക് CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, പ്രിയമുള്ളവരെ, ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ചെയ്താൽ എവിടെയാണ് ജോലി ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ അപഹാസ്യം നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തൽസ്ഥാനം രാജിവെക്കണമെന്ന് BJP അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. ഉദ്യോഗസ്ഥനെ പരസ്യമായി അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്നു. ADM MK നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും ജനറൽ സെക്രട്ടറി KT സഹദുള്ളയും ആവശ്യപ്പെട്ടു. വില്ലേജ് ഓഫീസറായി തുടങ്ങിയതായിരുന്നു നവീൻ ബാബുവിന്റെ ഔദ്യോഗിക ജീവിതം. വിരമിക്കാൻ 7 മാസം മാത്രം അവശേഷിക്കെയാണ് ഈ അപമാനവും ആത്മഹത്യയും. നവീൻ ബാബുവിന്റെ ഭാര്യ തഹസിൽദാറാണ്. 2 പെൺമക്കളാണ് നവീൻ ഉണ്ടായിരുന്നത്. ഒരാൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും രണ്ടാമത്തെ ആൾ +2 വിദ്യാർത്ഥിയുമാണ്. ജനപ്രതിനിധി പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാത്ത പ്രവൃത്തിയാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് പൊതുവെ വിമർശനം. ജില്ലാ കളക്ടർ പങ്കെടുത്ത ചടങ്ങിൽ നാടകീയമായി ദിവ്യ എത്തുകയായിരുന്നു. ചെങ്ങളായിലുള്ള പെട്രോൾ പമ്പിന് NOC നൽകിയതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ട്. ഇത് വെളിപ്പെടുത്തും. ഇനി ജോലി ചെയ്യുന്നിടത്തെങ്കിലും സത്യസന്ധനാകാൻ ശ്രമിക്കണം. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ഉപഹാരം നൽകുന്നത് കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ് ദിവ്യ ഇറങ്ങിപ്പോവുകയും ചെയ്തു. വേദിയിൽ അപമാനിതനായ തലകുനിഞ്ഞിരിക്കുന്ന നവീന്റെ ദൃശ്യം വേദനിപ്പിക്കുന്നതാണ്. ഇനി ഈ അപമാനം സഹിച്ച് ജീവിക്കേണ്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ ചിന്തിച്ചിരിക്കാം. നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയെത്തുന്ന അച്ഛനെ കൂട്ടാൻ സന്തോഷത്തോടെയാണ് അമ്മയ്ക്കൊപ്പം 2 പെൺമക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ട്രെയിൻ വന്നെങ്കിലും നവീനെ കാണാതായതോടെയാണ് അന്വേഷണം തുടങ്ങിയത്. സഹപ്രവർത്തകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി ദിവ്യയെ കാലാകാലം വേട്ടയാടുമെന്നും ഉറപ്പാണ്. ഈ പരാതിക്കാരൻ എന്ന് പറയുന്നത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറിയായ ബിജു കണ്ടക്കൈയുടെ അടുത്ത ബന്ധുവാണ്. അവർ മയ്യിൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു ബിജു കണ്ടക്കൈ. ദിവ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദിവ്യയും ഈ ബിജു കണ്ടക്കൈയും ഒരുമിച്ച് DYFIൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ കൃത്യമായ ഒരു കോൺസ്പിറസി പരാതിക്ക് പുറകിലുണ്ട്. ഈ മനുഷ്യനെ ട്രാപ്പിൽ കൊടുത്തുമാണ് ചെയ്തത്. ഇവിടെ വ്യാജമായ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പ്രചരിപ്പിക്കാൻ വേണ്ടി CPM ശ്രമിക്കുകയാണ്. ഞങ്ങളിവിടെ പറയുന്നു, പോസ്റ്റ്മോർട്ടം നടപടി ഇപ്പോൾ രാവിലെ തന്നെ ടൗൺ CI, ടൗൺ ACP, അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ ക്വാർട്ടേഴ്സിനകത്തേക്ക് കയറിയിട്ട് ഈ ADM-ന്റെ ആത്മഹത്യാ കുറിപ്പ് അത് നശിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് പറയുന്നു അങ്ങനെ ആത്മഹത്യാ കുറിപ്പില്ല എന്നുള്ളത്. രാവിലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരാളെ പോലും, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ കളക്ടർ പോലും കയറുന്നതിന് മുമ്പ് ഈ ആത്മഹത്യ നടന്ന സ്ഥലത്തേക്ക് CPM-ന്റെ ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ടൗണിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കയറി ആത്മഹത്യാ കുറിപ്പ് അവർ അത് മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ ഗുരുതരമായ ആരോപണമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി, യുവമോർച്ച ജില്ലാ സെക്രട്ടറി അർജുൻ ദാസ്, യുവമോർച്ച ജില്ലാ ട്രഷറർ അക്ഷയ് കൃഷ്ണ, BJP ജില്ലാ സെക്രട്ടറി അരുൺ കൈതപ്രം, മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനിൽ കണ്ണൻ എന്നിവർ അറസ്റ്റിൽ.
ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച 2 മണിയോടെയാണ് BJP പ്രവർത്തകർ പ്രകടനമായി ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എത്തിയത്. തുടർന്ന് പ്രവർത്തകർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ ധിക്കാരത്തിന്റെയും ദാക്ഷ്യത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെതിരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആരോപണം ഉന്നയിച്ചത്. ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അവിടെ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട്. പരാതിക്കാരനും അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവിധ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം സത്യത്തിൽ ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആയിരുന്നു ഈ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിയിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പോ കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, K രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഘർഷത്തെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രവർത്തകർ റോഡിൽ ഇരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ കോലം കത്തിക്കുകയും ചെയ്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ ആളിക്കത്തി പ്രതിഷേധം. PP ദിവ്യയുടെ കോലം കത്തിക്കലും രാജി ആവശ്യവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തള്ളി CPM നേതൃത്വം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് സംരംഭകൻ പ്രശാന്ത്. പണം നൽകിയത് ക്വാർട്ടേഴ്സിലെത്തി. ADM ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയെന്നും പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ. കണ്ണൂർ സൌത്ത് ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. മാറ്റുരയ്ക്കുക 3000-ഓളം പ്രതിഭകൾ. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ കാണാനാവുക കുട്ടികളുടെ വൈജ്ഞാനിക അഭിരുചി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMIയുടെ കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടി ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. വാർത്തയിലേക്ക്. ജീവനൊടുക്കി ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി സംരംഭകൻ പ്രശാന്ത് TV. കൈക്കൂലി വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. 1 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നും പ്രശാന്ത് പറഞ്ഞു. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലെത്തി 98,500 രൂപ നൽകി. ADMനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ഞാൻ 6 മാസമായിട്ട് ഈ ഒരു NOCക്ക് വേണ്ടിയിട്ട്
ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ഞാൻ എല്ലാ ആഴ്ചയും ADM-നെ കാണാൻ പോകുമായിരുന്നു. ADM അപ്പോഴൊക്കെ ഞാൻ ഫയൽ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, സാറിന് അത് തരാൻ പറ്റില്ലെങ്കിൽ സാറത് ക്യാൻസൽ ചെയ്തോളൂ, അല്ലെങ്കിൽ സാറ് എനിക്ക് തരാൻ പറ്റില്ല എന്ന് എഴുതിക്കോളൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഇല്ല, ഇത് ഞാൻ പഠിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കഴിഞ്ഞ 5-ാം തീയതി വൈകുന്നേരം ഇതേപോലെ ഞാൻ എല്ലാ ആഴ്ചയും 2 ദിവസം പോകും. കഴിഞ്ഞ 5-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഫോൺ നമ്പർ വാങ്ങി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കണ്ണൂരേക്ക് വരണം എന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചെടുത്ത് കൃഷ്ണമേനോൻ കോളേജിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. കൃഷ്ണമേനോൻ കോളേജിൻ്റെ അടുത്ത് പോയി ഞാൻ വീണ്ടും വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ റോഡിലേക്ക് വരാമെന്ന് പറഞ്ഞു. പുള്ളി റോഡിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് എന്നോട് 1 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നും, ഇല്ലെങ്കിൽ നിങ്ങളിത് എന്നേക്കുമായിട്ട് ക്യാൻസലാവുമെന്നും പറഞ്ഞു. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ നിർവാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊക്കെ പൈസ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ പുള്ളി ക്യാഷായിട്ടേ വാങ്ങുള്ളൂ, ബാങ്ക് ട്രാൻസ്ഫറോ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ഒന്നും പറ്റില്ല എന്നും പറഞ്ഞു. പൈസ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പുള്ളിക്ക് കുറച്ച് പൈസ കൊടുത്ത് പുള്ളി അപ്പം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്നോട് പറഞ്ഞു ഓക്കെ, ഞാൻ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വന്നോളൂ, ഞാൻ റെഡിയാക്കി വെക്കാൻ തന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ എനിക്ക് NOC കിട്ടി. അപ്പോൾ ഞാൻ ഓൾറെഡി PP ദിവ്യയോട് ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ. അതുകൊണ്ട് ഞാൻ PP ദിവ്യനെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ NOC തന്നു, പക്ഷെ അതിന് കൂടെ അവർ നിർബന്ധമായിട്ട് കാശ് തന്നില്ലെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ കാശ് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ PP ദിവ്യ എന്നോട് മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്തു. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ തള്ളി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി. ദിവ്യയുടെ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നെന്നും അഴിമതിക്ക് എതിരായ സദ്ദേശപരമായ വിമർശനം മാത്രമാണ് ഉണ്ടായതെന്നും CPM ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ഉയർന്നുവന്ന പരാതികളെക്കുറിച്ചെല്ലാം സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും CPM പ്രസ്താവനയിൽ വ്യക്തമാക്കി. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ വേർപാടിൽ CPM ദുഃഖം അനുശോചനവും രേഖപ്പെടുത്തുന്നു. ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പം CPM പങ്കുചേരുന്നു. തികച്ചും ദൌർഭാഗ്യകരവും അപ്രതീക്ഷിതവുമായ മരണമാണിതെന്നും CPM പ്രസ്താവനയിൽ അറിയിച്ചു. നവീൻ ബാബുവിന്റെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പം CPIM പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിതവും ദൗർഭാഗ്യകരവുമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്രയയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരായ സതുദ്ദേശ വിമർശനം മാത്രമാണ്. ജനപ്രതിനിധിയാവുമ്പോൾ ജനങ്ങളോട് സ്വന്തം അനുഭവത്തിലുണ്ടാവുന്ന തെറ്റായ പ്രവണതകൾ ജനങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞു കേട്ട ജനകീയ സങ്കടങ്ങളാണെങ്കിൽ പോലും യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ പരാമർശങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളും സർക്കാർ അന്വേഷിക്കുകയും വ്യക്തത വരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷം. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ നേതൃത്വത്തിൽ ഭാരവാഹികൾ പോലീസ് കമ്മീഷണറെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ദിവ്യ എന്നൊരു കൊലയാണ്.
ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രവർത്തകർ എത്തിയത്. ഓഫീസിലേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചത് സംഘർഷമുണ്ടാക്കി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ നേതൃത്വത്തിൽ ഭാരവാഹികൾ പോലീസ് കമ്മീഷനെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനുള്ളിലും വാക്കേറ്റമുണ്ടായി. ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ഭാരവാഹികളായ KP താഹിർ, MP മുഹമ്മദ് അലി, BK അഹമ്മദ്, C സമീർ, C ഏറമുള്ളാൻ എന്നിവരും ഉണ്ടായിരുന്നു. അതേസമയം ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് കാരണക്കാരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നാളെ ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് BJP ഹർത്താൽ ആചരിക്കുന്നത്. അവശ്യ സർവീസുകളെയും വാഹനങ്ങളെയും ഹോട്ടലുകളെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14ാം കണ്ണൂർ ഏരിയ കൺവെൻഷൻ പോലീസ് കോഓപ്പറേറ്റീവ് അസോസിയേഷൻ ഹാളിൽ നടന്നു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിലുള്ള മന്ത്രിയുടെ ശ്രമത്തിന്റെ ഫലമായി അദാലത്തുണ്ട്. ആ അദാലത്തിൽ കോർപ്പറേഷനിൽ നിന്ന് 167ഓളം പരാതികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 120ഓളം പരാതികൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പരാതികൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചത് വളരെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്നാൽ പരിഹരിച്ചവരെല്ലാം തന്നെ വളരെ ഈസിയായി ഉദ്യോഗസ്ഥർക്ക് തന്നെ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ, അതൊക്കെ വേണ്ടാത്ത രീതിയിൽ അതൊക്കെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ആളുകളെ പ്രയാസപ്പെടുന്നതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി അദാലത്ത് കഴിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗൊക്കെ വിളിച്ചു അതിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ രീതിയിൽ പരിഹരിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ ഏതാണെന്നൊക്കെ പരിശോധിച്ചപ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ അതൊക്കെ ആ അദാലത്തിൽ കൊണ്ടുവച്ച ഉദ്യോഗസ്ഥരെ സംബന്ധമായ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് AK റിഗേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV പ്രസീജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. VC ജഗത് പ്യാരി, ബിനു ജോർജ്, C ഉമേഷ്, M ശ്രീജു, KV പ്രമോദ്, K ഷാജി, KC മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടട ഗവൺമെന്റ് ITIക്ക് വേണ്ടി പണിത സ്മാർട്ട് ക്ലാസ് റൂം, മിനി കോൺഫറൻസ് ഹാൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ അടങ്ങുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം 17 രാവിലെ നടക്കുമെന്ന് പ്രിൻസിപ്പൽ ദിലീപൻ BS വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. V ശിവൻകുട്ടിയാണ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുക. കാലക്രമേണ 11-12 പഞ്ചവത്സര പദ്ധതികളിൽ വ്യാവസായ വിപ്ലവത്തിൻ്റെ ഒരു വളർച്ച കണക്കിലെടുത്തുകൊണ്ട് എല്ലാ വ്യാവസായിക ശാലകളിലും വർക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് തൊഴിൽ നൈപുണ്യം സിദ്ധിച്ച സാങ്കേതിക വിദഗ്ധരാണെന്നും അവരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പഞ്ചവത്സര പദ്ധതികളിൽ ഉൾപ്പെട്ട ഈ പുരോഗമനപരമായിട്ട്, അതായത് GDP, രാജ്യത്തിൻ്റെ GDPക്ക് ആവശ്യമായിട്ട് റവന്യൂ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള എല്ലാ ഉൽപ്പാദന മേഖലകളിലും പ്രൊഡക്ഷൻ സെൻറ്ററുകളിലും വർക്ക് ചെയ്യാനുള്ള ഒരു സ്കിൽ ഫോഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിലവിൽ വന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നിലവിലുള്ളൊരു സിനാറിയോ നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ, അതായത് വേൾഡ് ലേബർ മാർക്കറ്റിൽ ഇപ്പോൾ 2030 വരുന്ന ഭീമമായ ലേബർ സപ്ലൈ, അതാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്കിൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ വളരെ വിശദമായിട്ട് തന്നെ സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ വളരെ വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെ കേരളത്തിൽ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് 80-ലധികം ITകൾ സ്ഥാപിക്കപ്പെടുകയും ഇപ്പോൾ ആകെ 60-ലധികം ITകൾ സ്ഥാപിക്കപ്പെടുകയും ഇപ്പോൾ നിലവിൽ 104 ITയുമാണ് സംസ്ഥാനത്തിലുള്ളത്. അപ്പോൾ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. കണ്ണൂർ ഗവൺമെന്റ് ITIയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി 4.81 കോടി രൂപ ചെലവിൽ കെട്ടിടം പണിതിട്ടുള്ളത്. ചടങ്ങിൽ ഡോക്ടർ V ശിവദാസൻ MP വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. MPമാരായ P സന്തോഷ് കുമാർ, K സുധാകരൻ, മേയർ മുസ്ലിം മഠത്തിൽ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KV ബാബു, വൈസ് പ്രിൻസിപ്പൽ KL സുധ, സ്റ്റാഫ് സെക്രട്ടറി K പവിത്രൻ എന്നിവരും പങ്കെടുത്തു. കണ്ണൂർ സൗത്ത് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 3000-ലധികം പ്രതിഭകൾ പങ്കെടുക്കുന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു.
വ്യത്യസ്തങ്ങളായ ശാസ്ത്രശാല, അതൊക്കെ നമ്മുടെ കണ്ടെത്തലുകളുടെ ഭാഗമാണ്. നമ്മുടെ ഇന്ത്യയുടെ കണ്ടെത്തലിൻ്റെ ഭാഗമായി ഓരോരോ പുതിയ പുതിയ കണ്ടെത്തലുകൾ കാലത്തിനനുസരിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് തീയുടെ കണ്ടുപിടുത്തമുണ്ടായപ്പോഴാണ് ഒരുപാട് നമ്മുടെ പുരോഗതിയൊക്കെ ഉണ്ടായി, പിന്നീട് വൈദ്യുതിയുടെ കണ്ടുപിടുത്തമുണ്ടായി. അങ്ങനെ കാലത്തിനനുസരിച്ച് ഓരോ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, IT-യുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അത് അതേപോലെ ഫോട്ടോ എടുത്ത് ChatGPT എന്ന ആപ്ലിക്കേഷൻ അത് അപ്ലോഡ് ചെയ്ത് സോൾവ് ദിസ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ആ രീതിയിലൊക്കെ നമ്മൾ കണ്ടെത്തി, ആ രീതിയിലൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. ശാസ്ത്രമേളയിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരുമടക്കം നിരവധി പേർ രാവിലെ തന്നെ എത്തി. ശാസ്ത്രോത്സവം 2024 എന്ന പേരിൽ നടക്കുന്ന ഈ മേള, അതായത് പ്രവൃത്തി പരിചയ മേള, IT മേള തുടങ്ങിയ എല്ലാം തോട്ടട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസങ്ങളിലായി. നാളത്തേക്ക് സമാപനമാണ്. എന്തു തന്നെയായാലും ഇവിടെ രക്ഷിതാക്കളും നാട്ടുകാരും അധ്യാപകരും അനധ്യാപകരും എന്ന് വേണ്ട ഒരു സമൂഹം തന്നെ ഈ കുട്ടികൾക്ക് പ്രചോദനവും സപ്പോർട്ടുമായി കൂടെയുണ്ട്. മേളയിൽ മാറ്റുരയ്ക്കുന്ന എല്ലാ പ്രതിഭകൾക്കും ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്ന് റെജി വർക്കി പറഞ്ഞു. പുതുതലമുറയിലെ കുട്ടികൾക്ക് അവരുടെ ശാസ്ത്രപരമായ കഴിവുകൾ നാളേക്ക് വേണ്ടി വളർത്തിയെടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ മേള പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ പറഞ്ഞു. വിവിധങ്ങളായ മേഖലകൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ കുട്ടികളിലുമുള്ള അഭിരുചികൾ ഏതെന്ന് കണ്ടെത്തി സമൂഹത്തിന് ഉപകാരമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയണം. കാലം പുരോഗമനത്തിന്റെ പാതയിലാണ്. ഇനി അങ്ങോട്ട് AI-യുടെ കാലമായി ുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. സാമൂഹിക സഹകരണം വലിയ രീതിയിൽ കുറവായിരുന്നുവെന്ന പരിഭവമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ പങ്കുവച്ചത്. ഒരു വലിയ സാമൂഹിക സഹകരണം നമുക്ക് ഉണ്ടായിട്ടില്ല ഇത്തവണ. എന്താണെന്നറിയില്ല, അതിൽ പോരായ്മകൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ സംഘാടക സമിതി എടുത്തു. മുൻ മേയർ TO മോഹനായിരുന്നു അതിന് ചെയർമാൻ. പ്രിൻസിപ്പാൾ കൺവീനറായ ഒരു കമ്മിറ്റി നിലവിൽ വന്നു. അതിനുശേഷം നമ്മളൊക്കെ ധനകാര്യ വകുപ്പിൻ്റെ ചെയർമാനായി ഞാനും അതുപോലെ മാഷ് ഉള്ള ഒരു കമ്മിറ്റി നമ്മൾ നല്ല നിലയിൽ ഈ പരിസരം മുഴുവൻ ഇറങ്ങി കളക്ഷൻ എടുത്തുകൊണ്ട് ജനങ്ങളുടെ ഒരു പിന്തുണ നമുക്ക് ആർജിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രയാസമൊന്നുമില്ലാതെ ഇതിൻ്റെ പൂർത്തീകരണം നടത്താൻ നല്ല നിലയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ്. ജനങ്ങൾ സ്കൂളുമായി സഹകരിച്ചിട്ടുണ്ടെന്നും സ്കൂളിൻ്റെ നഷ്ടപ്രതാപം തിരിച്ചുപിടിച്ച് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്നും HM മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. പ്രധാനമായും എനിക്ക് തോന്നുന്നത് ദസറ ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായം പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് വലിയ രീതിയിൽ കിട്ടിയില്ല. അത് പ്രധാനമായി കണ്ണൂർ ദസറയാണ് അതിനൊരു കാരണം. എങ്കിലും ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും നമ്മളുമായി സഹകരിച്ചിട്ടുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് ഇതൊരു പൊതുവിദ്യാലയമാണ്. ആ പൊതുവിദ്യാലയം എന്നുള്ള ബോധത്തോടു കൂടി ജനങ്ങളുടെ സഹകരണം ലഭിക്കുമെന്നാണ് സ്കൂളിൻ്റെ ഒരു പ്രതീക്ഷ. കീഴുന്ന സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സഹദേവൻ മാവിലായി, പ്രത്യുദാസ്, പ്രത്യൂഷ്, അങ്കുൽ മാധവ് എന്നിവർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. ഇത് ഒരു കുളിർമയുള്ള കാഴ്ചയായി. AUN സുജിത്ത് വിശദീകരണം നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV ബിജു തുടങ്ങിയവർ ആശംസ നേർന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E നേതൃത്വത്തിൽ നടത്തുന്ന പിങ്കത്തോൺ മെഗാ റാലി 20 കാലത്ത് 8 മണിക്ക് നടക്കുമെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്തർദേശീയ തലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം പിങ്ക് മാസം എന്ന പേരിൽ സ്തനാർബുദ ബോധവൽക്കരണ മാസമായി ആചരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് മെഗാ റാലി. ഈ ഒക്ടോബർ 20 നമ്മളൊരു മാസീവായിട്ടൊരു റാലി, ഓരോരോ മുക്കൻ മൂലയിൽ നമ്മൾ ആൾക്കാർക്കൊരു ബോധവൽക്കരണം. നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മൾ ABCD ആണ് സാധാരണ ചിന്തിക്കുന്നത്. അവയർനെസ്, ബോധവൽക്കരണം, ആൾക്കാർക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് ഈ റാലി 30 റാലി നടത്തുന്നുണ്ട്. ഓരോരോ ഉൾനാടിലും ടൗണിലും സിറ്റിയിലൊക്കെ നടത്തുന്നുണ്ട്. ആ ബ്രസ്റ്റ് ക്യാൻസർ റാലി പിങ്കത്തോൺ അതിൻ്റെ പേര്. പിങ്കത്തോൺ റാലി അത് സ്റ്റാർട്ട് ചെയ്ത ഒരു പബ്ലിക് സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒരു 100-100 പേര് പബ്ലിക്കിനെ അടക്കം കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിങ്ക് ടീഷർട്ട് ഇട്ട് നമ്മളൊരു റാലി നടത്തിയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട്, ഇത് പൊത്തിവെക്കരുത്, ഇതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കണം. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, സെക്കൻഡ് അവയർനെസ്, രണ്ടാമത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. അതുകൊണ്ട് അവനവന് സ്തന പരിശോധന ചെയ്യാൻ പറ്റും.
ഒരു ഹോസ്പിറ്റലിൽ പോണ്ട, പൈസ ചിലവാക്കണ്ട, അവനവൻ തന്നെ മാസത്തിൽ സെൽഫായിട്ട് ബ്രസ്റ്റ് നോക്കിയാൽ എല്ലാ സ്ത്രീകൾക്കും എന്തെങ്കിലും ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ആസ്റ്റർ മിംസ് ആശുപത്രി, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി, കണ്ണൂർ, USA ബ്രസ്റ്റ് ക്യാൻസർ ഹബ്ബ് എന്നീ സ്ഥാപനങ്ങളും സഹകരിക്കുന്നുണ്ട്. കാലത്ത് 8 മണിക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന റാലി IMA ഹാളിൽ സമാപിക്കും. റാലിയിൽ വിവിധ മേഖലയിൽ നിന്നായി 4000 പേർ പങ്കെടുക്കും. തുടർന്ന് ആവശ്യമുള്ളവർക്കായി സ്ഥാനപരിശോധനാ ക്ലിനിക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സുചിത്ര സുധീർ, അനൂപ് കേളോത്ത്, KPT ജലീൽ, സിദ്ധാർത്ഥ് വണ്ണാരത്ത് എന്നിവരും പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് 318 വനിതാ വിഭാഗമായ കൌൺസിലിംഗ് ഓഫ് ലയൺ ലേഡീസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 20-ന് IMA ഹാളിൽ മെഗാ ഭക്ഷ്യ വിപണന മേള നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീ ശാക്തീകരണം, സ്വയം പര്യാപ്തരാവുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി വനിതകൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭമായ തയ്യൽ യൂണിറ്റിന്റെ ധനശേഖരണാർത്ഥമാണ് IMA ഹാളിൽ കാലത്ത് 10 മണി മുതൽ 7 മണി വരെ ഭക്ഷ്യ, വസ്ത്ര, സുഗന്ധ വിപണന മേള നടത്തുന്നത്. നമസ്കാരം. ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ 20-ന് കൗൺസിൽ ഓഫ് ലേഡി ലയൺസിൻ്റെ ആഭിമുഖ്യത്തിൽ IMA ഹാളിൽ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരു മെഗാ എക്സിബിഷൻ നടത്തുകയാണ്. ഇതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾക്ക് ലേഡീസിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഒരു തയ്യൽ യൂണിറ്റ്, അതുപോലെ വീട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ ഈ എക്സിബിഷൻ നടത്തുന്നത്. അതിൽ ഇപ്പോൾ ഏകദേശം തന്നെ ഒരു 20ഓളം സ്റ്റാളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം തന്നെ സ്ത്രീകൾ നേരിട്ട് നടത്തുന്നതും സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്നതുമായ സ്റ്റാളുകളാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് കൂടുതൽ വനിതകൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്നതിലൂടെ സ്ത്രീകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്താൻ സാധിക്കുമെന്നാണ് വിശ്വാസമെന്ന് ഗവർണർ KV രാമചന്ദ്രൻ, ഡോക്ടർ സുചിത്ര സുധീർ, KPT ജലീൽ, ശ്രീജ വിനോദ്, ഡോക്ടർ മീതു മനോജ് എന്നിവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം പവന് 200 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 7095, പവന് 56,760 രൂപ, വെള്ളി 103 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ, ആളിക്കത്തി പ്രതിഷേധം. PP ദിവ്യയുടെ കോലം കത്തിക്കലും രാജി ആവശ്യവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തള്ളി CPM നേതൃത്വം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് സംരംഭകൻ പ്രശാന്ത്, പണം നൽകിയത് ക്വാർട്ടേഴ്സിലെത്തി. ADM ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയെന്നും പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ. കണ്ണൂർ സൌത്ത് ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തിരിതെളിഞ്ഞു. മാറ്റുരയ്ക്കുക 3000ഓളം പ്രതിഭകൾ. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ കാണാനാവുക കുട്ടികളുടെ വൈജ്ഞാനിക അഭിരുചി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.